ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ് ഓഫ് യു ഔട്ട് സൈഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നല്ലൊരു മോർണിംഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തോട്ട് എവിടെയെങ്കിലും പോകാമെന്ന്. എന്താ പറയുക, നമുക്കിപ്പോൾ യു കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നാൾ വിൻ്റർ ആയിരുന്നു. വിൻ്റർ ഉള്ളപ്പോൾ തന്നെ പെട്ടെന്ന് രാത്രി ആവുകയും ഡേ ലൈറ്റ് ഭയങ്കര കുറയും. നമ്മുടെ മനസ്സിന് തന്നെ ഒരു വിഷമമാണ്. ബട്ട് നമുക്കിപ്പോൾ വെയിൽ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ്. പണ്ട് തൊട്ടേ അതെ. നമുക്കിപ്പം എക്സാം കഴിഞ്ഞ് ഇപ്പം മാർച്ചിൽ എക്സാം കഴിഞ്ഞ് നമുക്ക് വെക്കേഷനൊക്കെ ആകുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ വെയിലും നമ്മുടെ ഫ്രണ്ട്സിനോട് കളിച്ച് നടക്കുന്ന ആ ഒരു വൈബ് പഴയ ഓർമ്മകൾ അതിങ്ങനെ മനസ്സിലോട്ട് ഓടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാം. പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. വൈ ഷുഡ് ഗേൾസ് ഓഫ് ഫൺ. നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആവാലോ. പണ്ട് ബാർ സോപ്പ് കൊണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് കുളിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ കുറേ മാറിയിരിക്കുന്നു. പണ്ടത്തെ എൻ്റെ സ്കിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മേ ബി ഇത് ഫോണിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. പണ്ട് ഭയങ്കര എന്താ പറയുക, ടാൻ അടിച്ച് ഏത് സമയം ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഫുട്ബോൾ കളി, വെയിലോ മഴയോ ഒന്നും നോക്കില്ല. ഫുള്ള് ഫ്രണ്ട്സ് സെറ്റപ്പിൽ കളി, അത് അതൊക്കെ ഒരു വൈബായിരുന്നു. ആ വൈബ് കാര്യങ്ങളൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ബാ ഗായ്സ്. ഇപ്പോൾ ഗായ്സ് ആദ്യം തന്നെ ഞാൻ മുഖം, അതായത് രാവിലെ എണീച്ച് ബ്രഷ് ചെയ്ത് അതിന് ശേഷം മുഖം ഒന്ന് കഴുകി നമ്മുടെ ഫേസ് വാഷ് വെച്ച്, നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ച ഫേസ് വാഷിൻ്റെ പേര് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മുഖമൊക്കെ അത്യാവശ്യം ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, പുറത്തോട്ട് പോകുമ്പോഴല്ല എപ്പോഴാണെങ്കിലും എൻ്റെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ, റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അല്പം കുറച്ചായിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം തന്നെ ഞാനൊരു സെറം ഉപയോഗിക്കും. സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സി ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഏകദേശം 3.5% ആണ് വിറ്റാമിൻ സി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ സെറം. ഈ സെറത്തിന് പറഞ്ഞു വരുന്ന പറഞ്ഞാൽ വിറ്റാമിൻ സി ബ്രൈറ്റനിങ് സെറമാണ്. ഇതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് ഏകദേശം യൂസ് ചെയ്ത് കഴിയാനായി. ഇതിൻ്റെ സെയിം വേറൊരു കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ബൂട്ട്സ് എന്നാണ്. ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇവിടെയുള്ളൊരു ബ്യൂട്ടി കെയർ കമ്പനിയാണ്. അവർ വേറെ പലതും ചെയ്യുന്നുണ്ട്. വേറെ പലതെന്ന് പറഞ്ഞാൽ ബൂട്ട്സിൻ്റെ തന്നെ വേറെ ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് 3.5% വിറ്റാമിൻ സി സെറവും സാലിക്സിലിക് ആസിഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഏകദേശം ഇതിനകത്ത് ഏകദേശം ഇത് ഫുള്ളായിട്ട് എടുക്കും. എന്നിട്ടിങ്ങനെ ജസ്റ്റ് മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. സാധാരണ ഞാൻ താടിയൊക്കെ ട്രിം ചെയ്തിട്ടാണ് ഇത് ചെയ്യൽ. നമ്മളെപ്പോഴും വെൽ ഗ്രൂമായിട്ടിരിക്കണമല്ലോ. പിന്നെ കഴുത്തിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കും. അതിനുശേഷം മുഖമൊക്കെ ജസ്റ്റ് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുത്ത്, ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്നും സമയം കിട്ടലില്ല. സമയം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യും. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിലും പുറത്ത് വന്നാലും എപ്പോഴും ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖമൊക്കെ കഴുകും. പിന്നെ പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ സൺസ്ക്രീനും ഇടും, SPF 50. അതൊന്നും എനിക്ക് എന്താണെന്ന് വലിയ പിടിയൊന്നുമില്ല. ഇതിനകത്ത് എനിക്ക് ഉള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ കൂടുതലും എൻ്റെ സിസ്റ്റർ പറഞ്ഞു തന്നതും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലും. എനിക്ക് ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എപ്പോഴാണ് സെറം ഇടേണ്ടത്, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതിൻ്റെ ഒരു പ്രോസസ്സ് എനിക്കറിയില്ലായിരുന്നു. ആദ്യം സെറം, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. എൻ്റെ വിചാരത്തിൽ എല്ലാം കൂടെ വാരി തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും, ഒരെണ്ണം തേച്ച് കഴിഞ്ഞാലല്ലേ വരുള്ളൂ എന്നൊക്കെ. പിന്നെയാണ് മനസ്സിലായത് നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കുന്ന പോലെയാണ്. ആദ്യം നമ്മൾ പൊട്ടിയിട്ട് അതൊക്കെ മിനുസപ്പെടുത്തും, അതിൻ്റെ മുകളിൽ പെയിൻറ്റ്, പിന്നെ നമ്മളൊരു ഫിനിഷിങ്ങിന് വേണ്ടി അതുകൊണ്ട് അടിക്കുന്ന പോലെ തന്നെയാണ് ഇതും. അപ്പോൾ സെറമൊക്കെ മുഖത്തായിട്ടുണ്ട്. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇടും. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് നിവ്യേൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അതും ഒരളവൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കുറച്ചെടുക്കും മുഖത്ത് ആവാനുള്ള രീതിക്ക്. പിന്നെ നൈറ്റ് ആണെങ്കിൽ ഞാൻ ഈ സെറാണ് ഇടുന്നത്. വിറ്റാമിൻ സി 10% വരുന്നത്. അത് മുഖമൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം എടുക്കും. താടി ഉള്ളതുകൊണ്ടൊരു ട്രിം ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ താടി കത്തിപ്പിടിച്ചിരിക്കും ഇങ്ങനെ. പിന്നെ എനിക്ക് ബാക്ക് വരുന്നത് ഇങ്ങനെ എടുത്ത് കയ്യിലൊക്കെ തേക്കാൻ തോന്നും. ഇവിടെ വിൻ്ററാണ്, നമുക്ക് കൈയൊക്കെ പെട്ടെന്ന് മുരിഞ്ഞു പിടിക്കുന്നല്ലോ, കൈയും കാലൊക്കെ. അപ്പം ഒരു ഫുൾ ബോഡി മോയ്സ്ചറൈസറും കൂടി ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ സ്കിന്നനുസരിച്ചാണ് കുറേയൊക്കെ വരുന്നത്. ഡ്രൈ സ്കിന്ന്, അങ്ങനെ കുറേ സ്കിൻ്റെ. നമുക്കിപ്പം ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഫൈനലി സൺസ്ക്രീന് റൂളൊക്കെ ഉണ്ടെന്നാണ് കണ്ടത്. അതായത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ കയ്യിലാക്കുക,
ഈ വിരലിലാക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു പൂച്ചയുടെ കട്ട ഇവിടെയൊക്കെ എടുത്ത് കഴുത്തിലൊക്കെ തേച്ച് നല്ല രീതിക്ക് പുട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങി നമ്മൾ ഈ കണ്ണിപ്പോയില്ല. പിന്നെ ഇതൊന്നും കണ്ണിലാവണം ശ്രദ്ധിക്കണം. അതിനകത്ത് തന്നെ എഴുതിച്ചിട്ടുണ്ട് വെരി ഡേഞ്ചറസ്. ഇപ്പം എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ, ബ്യൂട്ടി ഹെൽത്ത്. നമ്മൾ ജിമ്മിലും പോകലുണ്ട്, ബട്ട് ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത്. ജിമ്മിൽ പോകുന്നതും ഡെയിലി റൊട്ടീനായിട്ടുള്ളതും വേറൊരു ഇതിടാം. ഇപ്പം നമ്മുടെ ഫേസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ. ഒരു ബ്ലൂ കളർ ടീഷർട്ട്, ചെയിന്, പാൻറ്റും കാണുന്നില്ലല്ലേ. പാൻറ്റ് ഞാൻ ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്നൊരു ജീൻ തന്നെയാണ്. എനിക്ക് ഈ പാൻറ്റ് ഇട്ട് എന്നെ കൊണ്ട് അലക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ കുറേ വട്ടം ഇട്ടതിന് ശേഷം കൊണ്ട് അലക്കുമ്പോഴാണ് എനിക്കൊരു ഭയങ്കര ഒരു കംഫർട്ട്. പിന്നെ നമ്മളൊരു വാച്ച് ഇടുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ വാച്ച്. ഇപ്പുറത്തെ കയ്യിലും കൊണ്ട് റിങ്ങിട്ട് എങ്ങനെ ഉണ്ടാവും, റിങ് ഇട്ടു. പിന്നെ പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും നല്ല രീതിക്ക് തണുപ്പ് തന്നെയൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്പ്രേ, ഗിവഞ്ചി ജെന്റിൽമാൻ. ഇതിന് ഏകദേശം 12K അറൗണ്ട് 12K ഇത് വരുന്നുണ്ട്. പിന്നെ തണുപ്പായിട്ട് നമുക്കൊരു ജാക്കറ്റും കൂടി ഇട്ടേക്കാം. ഇതാണ് ജാക്കറ്റ് വരുന്നത്. അപ്പോൾ പുറത്ത് എവിടെ പോയാലും ജാക്കറ്റ് ഇടുന്നതുകൊണ്ട് ഉള്ളിലുള്ള ഔട്ട്ഫിറ്റിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് ഈ ജാക്കറ്റ് വേണോ, ഈ ജാക്കറ്റ് പ്ലസ് ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ട് എങ്ങനെയുണ്ട്? അത്യാവശ്യം ലുക്കായില്ലേ? അതോ ഈ ജാക്കറ്റ് മാറ്റി നമുക്ക് വേറെ ജാക്കറ്റ് ഉണ്ട് ഓക്കെ, അതോ ഈ ജാക്കറ്റ് മതിയോ? ഇതേതാ നല്ല രസം? ഈ ജാക്കറ്റാണ്. ഇത് അത്യാവശ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നല്ല ഒരു ഗ്ലോസി ഉള്ളൊരു മോഡൽ ജാക്കറ്റാണ്. ഇതും ഈ ഒരു കണ്ണാടി കൊണ്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടോ? പിന്നെ നമുക്ക് വേണമെങ്കിൽ എയർ ഡോപ്സും കൂടെ വെക്കാം. എയർ ഡോപ്സ് അല്ല, എയർപോഡ്സ് പ്ലസ് എയർപോഡ്സും കൂടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിങ്ങനെയാണെന്ന് പോകുന്നത്. ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട്? റേറ്റ് മീ ഔട്ട് ഓഫ് 10. ഡോണ്ട് ഗീവ് മീ 0. ഓക്കെ. അപ്പോൾ ഗൈസ്, അത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.